ടിബറ്റിൽ നീണ്ടുകിടക്കുന്ന ഹിമാലയ പർവ്വതത്തിൻ്റെ ഭാഗമാണ് കൈലാസ പർവ്വതം. ഏഷ്യയിലെ നീളം കൂടിയ നദികളായ സത്ലജ്, ബ്രഹ്മപുത്ര, കർണാലി തുടങ്ങിയ നദികളുടെ ഉത്ഭവസ്ഥാനം കൈലാസത്തിൽ നിന്നാണ്. മതപരമായി ഹിന്ദു, ബുദ്ധ, ജൈന എന്നിവരുടെ പുണ്യസ്ഥലം കൂടിയാണ് കൈലാസം എന്നത്. ഹിന്ദുമതത്തിൽ ത്രിമൂർത്തികളിൽപ്പെട്ട ദേവന്മാരിൽ സംഹാരമൂർത്തിയായ സാക്ഷാൽ മഹാദേവന്റെ വാസസ്ഥലമാണ് കൈലാസം എന്നത്. കൈലാസപർവ്വതത്തിനടുത്തായി മാനസരോവർ, രാക്ഷതതാൽ എന്നീ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6690 മീറ്റർ ഉയരത്തിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത്. കൈലാസം എന്ന പദം സംസ്കൃതത്തിൽ നിന്നും ആവിർഭവിച്ചതാണ്. സ്ഫടികം എന്നർത്ഥം വരുന്ന കൈലാസ് എന്ന പദത്തിൽ നിന്നാണ് കൈലാസം എന്ന വാക്കുണ്ടായതെന്ന് പറയപ്പെടുന്നു. ഹിന്ദുമത വിശ്വാസപ്രകാരം പരമശിവനും അദ്ദേഹത്തിൻ്റെ പത്നിയായ ശ്രീ പാർവതീദേവിയുമൊത്ത് ധ്യാനത്തിലിരിക്കുന്ന സ്ഥലമാണ് കൈലാസ പർവ്വതം എന്നത്. വിഷ്ണുപുരാണത്തിൽ കൈലാസ പർവ്വതത്തെക്കുറിച്ച് പരാമർശമുണ്ട്. പർവ്വതത്തിൻ്റെ 4 മുഖങ്ങളിൽ ഓരോന്നും സ്ഫടികം, രത്നം, സ്വർണം, വൈഡൂര്യം എന്നിവ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറയുന്നു. കൈലാസ പർവ്വതത്തെ വിശ്വാസത്തിൻ്റെ തൂണായും പുകഴ്ത്തപ്പെടുന്നു. കൈലാസത്തിൽ പോകുന്നവർക്ക് മല ചുറ്റി വരാൻ 3 ദിവസവും മാനസരോവർ തടാകത്തെ ചുറ്റിവരാൻ 3 ദിവസവും വേണം. 15 മൈൽ വീതിയിലുള്ള മാനസരോവർ തടാകം പവിത്രവും ദിവ്യവുമായി കരുതപ്പെടുന്നു. മഞ്ഞുറഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ടതാണ് മാനസരോവർ. തണുപ്പുകാലത്ത് ഈ തടാകം ഉറഞ്ഞുകിടക്കുന്നത് രസകരമായ കാഴ്ചയാണ്. വേനൽക്കാലത്ത് മഞ്ഞുരുകി 5 നദികളായിട്ടാണ് വെള്ളം മാനസരോവറിൽ എത്തുന്നത്. കരയിലാകട്ടെ പല വർണ്ണങ്ങളിലുള്ള കല്ലുകൾ കാണാം. മാനസരോവറിനടുത്ത് രാക്ഷസതാൽ എന്ന ചെറിയൊരു തടാകം കാണാം. ഇവിടെ രാവണൻ തപസ് ചെയ്ത സ്ഥലമാണെന്നും ദുഷ്ടദേവകളുടെ വാസസ്ഥലമാണെന്നും പറയപ്പെടുന്നു. ഇവിടുത്തെ ജലം വിശ്വാസപ്രകാരം ആരും കുടിക്കാറില്ല. മറ്റൊരു കാരണം പറഞ്ഞാൽ ഉപ്പ് കലർന്നിട്ടുള്ളത് കൂടിയാണ്. എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകർ കൈലാസത്തിൽ എത്തിച്ചേരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തീർത്ഥാടനം ആരംഭിച്ചതായി കണക്കാക്കുന്നു. ഹിന്ദു, ബുദ്ധ മത വിശ്വാസികൾ കൈലാസത്തെ ഇടത്തുനിന്നും വലത്തോട്ട് ചുറ്റുമ്പോൾ ജൈനർ കൈലാസത്തെ വലത്തുനിന്നും ഇടത്തോട്ട് പ്രദക്ഷിണം വയ്ക്കുന്നു. പ്രദക്ഷിണ വഴിയുടെ നീളം ഏതാണ്ട് 52 കിലോമീറ്ററാണ്. ചില വിശ്വാസങ്ങളുടെ ഭാഗമായി ഈ പർവ്വതത്തെ ചുറ്റുന്നത് 1 ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഈ രീതിയിൽ വലം വയ്ക്കുന്നത് തികച്ചും ബുദ്ധിമുട്ടുള്ള യാത്രയാണ്. ഏതാണ്ട് 15 മണിക്കൂർ കൊണ്ട് മാത്രമേ ഒരാൾക്ക് 52 കിലോമീറ്റർ കൈലാസപാത നടന്ന് പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൈലാസ പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ പർവ്വത ആരോഹകർക്ക് പോലും എത്തിച്ചേരുവാൻ സാധ്യമല്ല. 1926 ഹക് റാറ്റ്ലാഗ് കൈലാസത്തിൻ്റെ വടക്ക് ഭാഗത്തെക്കുറിച്ച് പഠിക്കുകയും ഏതാണ്ട് വടക്ക് ഭാഗം 6000 അടി കയറുക തികച്ചും ദുഷ്കരമാണെന്ന് പറയുകയുമുണ്ടായി. 1936 ഹെർബർട്ട് ടുച്ചി കൈലാസം കയറുവാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും അത് സാധിച്ചില്ല. സർവസംഘ പരിത്യാഗിയായ ഋഷികൾക്ക് മാത്രമേ കൈലാസ പർവ്വതം കീഴടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയപ്പെടുന്നു. 2001 ശേഷം പർവ്വതാരോഹകർക്ക് അനുവാദം നൽകിയില്ല. എന്തായാലും കൈലാസം എന്നത് ജഗത്തിൻ്റെ നെടും തൂണാകുന്നു. കൈലാസം എന്ന ആ മനോഹരമായ പർവ്വതത്തെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ സാധിക്കുന്നത് വളരെ വലിയൊരു പുണ്യം തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.